Hi friends, welcome back to my YouTube channel. E4 Malayalam എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രെയിൻസ് ഓഡിയോസിന്റെ ഒരു അനലോഗ് 5.1 കിറ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുൾ ആയ വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് ബ്രെയിൻസ് ഓഡിയോസിന്റെ അനലോഗ് ടൈപ്പ് കിറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ കിറ്റിന്റെ കണക്ഷൻ ഒക്കെ ഒന്ന് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഫസ്റ്റ് നമുക്ക് പവർ സപ്ലൈയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഭാഗത്താണ് നമ്മൾ പവർ സപ്ലൈ കൊടുക്കേണ്ടത്. 012 DC സപ്ലൈ ആണ് നമ്മൾ ഈ കിറ്റിൽ കൊടുക്കേണ്ടത്. ഇവിടെ ഒരു ഡയോഡ് വെച്ചിട്ടുണ്ട്. അതിനടുത്തുള്ള സ്ഥലത്താണ് നമ്മൾ പോസിറ്റീവ് കൊടുക്കേണ്ടത്. അതിൻ്റെ നേരെ അപ്പുറത്താണ് നമ്മൾ ഗ്രൗണ്ട് കൊടുക്കേണ്ടത്. പ്ലസും മൈനസും മാറിപ്പോകാൻ പാടില്ല. ഇവിടെയാണ് നമുക്ക് 6 ചാനലിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത്. RMC കണക്ടറാണ് വരുന്നത്. സോൾഡറിങ് ചെയ്യേണ്ട ആവശ്യം നമ്മൾ ഈ ഒരു കിറ്റിൽ വരുന്നില്ല. ഈ ബോർഡിൻ്റെ പുറകുവശത്ത് എല്ലാം വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കണക്ഷനൊക്കെ. സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സെൻറ്റർ, ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സബ്, ഗ്രൗണ്ട്, ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ കണക്ട് ചെയ്യേണ്ടത്. ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൺട്രോളാണ് നമുക്ക് ഇതിൽ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. ഈ കൺട്രോളാണ് നമ്മൾ അവിടെ കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ കണക്ഷനൊക്കെ ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ഈ ഒരു കൺട്രോൾ കണക്ട് ചെയ്യേണ്ടത്. ഈ ഭാഗത്താണ് നമ്മൾ USB ബോർഡിൽ നിന്ന് വരുന്ന ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ട് ഇവിടെയാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ USB ബോർഡിനുള്ള 5 വോൾട്ട് നമുക്ക് ഇതിൽ തന്നെ ലഭിക്കുന്നതാണ്. USB ബോർഡിനുള്ള 5 വോൾട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ലഭിക്കുന്നത് കൊണ്ട് എക്സ്ട്രാ ഒരു പവർ സപ്ലൈ നമുക്ക് ആവശ്യം വരുന്നില്ല. എല്ലാം ഈ ഒരു കിറ്റിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓക്സ് ഇൻപുട്ട് വരുന്നത്. 3 ഓക്സ് ഇൻപുട്ടാണ് ഇതിൽ വരുന്നത്. അതുപോലെ ഇവിടെയാണ് നമ്മൾ 5.1 DVD ഇൻപുട്ട് വരുന്നത്. RMC കണക്ടറെല്ലാം നമ്മുടെ ഈ ഒരു കിറ്റിൽ തന്നെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. നമുക്ക് ഒരു എക്സ്ട്രാ RMC കണക്ടർ വെക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ സ്വിച്ചിങ് IC വരുന്നത്. R2S ഒറിജിനൽ IC ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് സബിൻ്റെ ഫിൽറ്റർ IC വരുന്നത്. PT2351 എന്ന് പറഞ്ഞ ഒരു ഫിൽറ്റർ IC ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്ലിയർ ബേസ് വരുന്ന ഒരു ഫിൽറ്റർ ബോർഡ് തന്നെയാണ് ഇത്. ഈ ഒരു കിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബിന് എക്സ്ട്രാ ഒരു സബ് ഫിൽറ്റർ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൽ നിന്ന് വരുന്ന ബേസ് തന്നെ ധാരാളമാണ്. നല്ല അടിപൊളി ഫിൽറ്റർ തന്നെയാണ് ഇതിൽ വരുന്നത്. ഈ ഒരു റിമോട്ട് കിറ്റിലെ ഫിൽറ്റർ നിങ്ങൾക്ക് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ സബ് ഫോർ ഫിൽറ്റർ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഒരു ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അത് അവിടെ നിന്ന് എടുത്തിട്ട് ഓഫിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരു സബിൻ്റെ ഫിൽറ്റർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 5.1 അനലോഗ് ആംപ്ലിഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു കിറ്റാണിത്. PCB നോക്കുകയാണെങ്കിൽ നല്ലൊരു തിക്കുള്ള PCBയിലാണ് ഇവർ ഈ ബോർഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഹൈ ക്വാളിറ്റി PCBയിലാണ് ബോർഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കമ്പോണൻസ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി കമ്പോണൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിയോ റിസൾട്ട് നല്ല നീറ്റായിട്ട് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിൻ്റെ കൺട്രോൾ വരുന്നത്. സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് കൺട്രോൾ, സെൻറ്റർ, സബ്, ബാസ്, ട്രബിൾ. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിനാണ് നമുക്ക് ബാസും ട്രബിളും വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കൺട്രോൾസ് എല്ലാം വോൾട്ടേജ് ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കിറ്റ് പഴയതായി കഴിഞ്ഞാൽ കൺട്രോൾ തിരിക്കുമ്പോൾ കരകര സൗണ്ട് വരുന്ന ഒരു പ്രോബ്ലം ഈ ഒരു കിറ്റിന് വരുന്നില്ല. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അസംബ്ലി ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇതാണ് ഈ കിറ്റിൻ്റെ സെലക്ടർ സ്വിച്ച് വരുന്നത്. നമ്മൾ ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചാണ് ഇവിടെ വരുന്നത്. ഇവിടെയാണ് നമ്മുടെ DVDൻ്റെ സെലക്ടർ സ്വിച്ച് വരുന്നത്. USB 3 ഓക്സ് ഇൻപുട്ടിൻ്റെ സ്വിച്ചാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഏത് മോഡിലാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള LED നമുക്ക് കത്തുന്നതായിരിക്കും. അപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഏത് മോഡിലാണ് നമ്മുടെ കിറ്റ് നിൽക്കുന്നതെന്ന്. ഈ ഒരു കിറ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ PCBയും നല്ല ക്വാളിറ്റിയുള്ള PCBയിൽ തന്നെയാണ് അവർ ഈ കിറ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല.
അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ട് ചെയ്യാനുള്ള മറ്റ് കേബിൾസ് എല്ലാം RMC കേബിൾ എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാം പ്ലഗ് ഇൻ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് അസംബ്ലി ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ കൺട്രോൾ വരുന്നത്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാം ഞാനൊന്ന് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം എങ്ങനെയാണ് കണക്ഷൻ ചെയ്യേണ്ടതെന്ന്. ഇതാണ് നമ്മുടെ കൺട്രോൾ വരുന്നത്. ഇവിടെ ഡിസ്പ്ലേ എന്ന ഏത് സ്ഥലത്താണ് നമ്മളിത് കണക്ട് ചെയ്യേണ്ടത്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ അവിടെ സെറ്റായി നിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ സെലക്ടർ സ്വിച്ച് കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ കൺട്രോൾ ബോർഡിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ സെലക്ടർ സ്വിച്ച് കണക്ട് ചെയ്യേണ്ടത്. അതും പ്ലഗ് ഇൻ ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് USB-യുടെ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ട് നമ്മുടെ കിറ്റിലേക്ക് കണക്ട് ചെയ്യണം. അത് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇവിടെ തന്നെയാണ് നമുക്ക് USB ബോർഡിൻ്റെ 5 വോൾട്ട് സപ്ലൈ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് 6 ചാനൽ ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ കേബിളാണ്. അത് നമ്മൾ ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് എടുത്ത് ആമ്പിലേക്ക് കണക്ട് ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ആമ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്താണ് നമ്മൾ മാസ്റ്റർ കൺട്രോൾ കണക്ട് ചെയ്യേണ്ടത്. ഇത്രയാണ് ഈ ഒരു കിറ്റിൻ്റെ കണക്ഷൻ വരുന്നത്. നമുക്കൊരു 5.1 കൺട്രോൾ ടൈപ്പ് ആംപ്ലിഫയർ ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് ഒരു അസംബ്ലി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഈ കിറ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. RMC കേബിൾ ആയതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും വളരെ സിമ്പിളാണ്. ഒന്ന് വലിച്ചു കൊടുത്താൽ മതി, അപ്പോൾ നമുക്ക് ഊരി വരും. ഇത്രയാണ് ഇതിൻ്റെ കണക്ഷനൊക്കെ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാനിതിൻ്റെ വർക്കിംഗ് വീഡിയോ ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്തതായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ചില ആളുകൾക്ക് റിമോട്ട് കൺട്രോൾ ആംപ്ലിഫയറിനോട് താല്പര്യമുണ്ടാവില്ല. കൺട്രോൾ ടൈപ്പ് ആംപ്ലിഫയറിനോടായിരിക്കും താല്പര്യം. നല്ല ക്ലാരിറ്റിയോടുകൂടി നമുക്കൊരു കൺട്രോൾ ടൈപ്പ് ആംപ്ലിഫയർ ഈ ഒരു കിറ്റ് വെച്ചിട്ട് ചെയ്തു കൊടുക്കാം. ആ പാർട്ടി എന്തായാലും തൃപ്തരായിരിക്കും ഈ ഒരു കിറ്റ് വെച്ച് കഴിഞ്ഞാൽ. ഞാനിത് ടെസ്റ്റ് ചെയ്തതാണ്. നല്ല റിസൾട്ട് തന്നെയാണ് ഈ ഒരു കിറ്റിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയ വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വച്ചിട്ടുണ്ട്. അത് നോക്കി വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാനിത് ഒരു പാർട്ട് ടൈം വർക്കൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. ഡ്യൂട്ടി ടൈമിൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. കോൾ വിളിക്കാതിരിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ ജിതിൻ സൈനിങ് ഓഫ് ഫ്രം E4 മലയാളം.